ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ എല്ലാവരും നോമ്പൊക്കെ എങ്ങനെ പോകണു? ഇന്നിപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് നോമ്പ് 5ആണ്. അപ്പോൾ എത്ര പെട്ടെന്നാണ് നോമ്പ് തുടങ്ങിയെന്നും ഇപ്പോൾ 5ാം നോമ്പ് ആയതും എത്ര പെട്ടെന്നാലേ. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങൾക്ക് കുറച്ച് ദുബായ് മാക്സീസ് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് വൺ ഓഫ് മൈ ഫേവറേറ്റ് പേജ് ഫാഷൻ ലുക്ക് എന്നുള്ള പേജിൽ നിന്ന് സെൻഡ് ചെയ്ത കുറച്ച് ദുബായ് മാക്സീസ് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇനി ഇതൊക്കെ അല്ലേ വരുന്നത്. എല്ലാവരും നല്ല അടിപൊളി കളക്ഷൻസ്, കുറേ അടിപൊളി കളക്ഷൻസ് ഒക്കെ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ചെക്ക് ചെയ്തൊക്കെ ഞാൻ 1 by 1 ആയിട്ട് കാണിച്ചു തരാം. ഭയങ്കര നല്ല കളക്ഷൻസാണ്. എനിക്ക് കൊണ്ടുവന്നേക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിരുന്നില്ല, കാരണം വേറെ കുറേ തിരക്കൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ആ ടൈമിൽ എനിക്ക് പൊട്ടിക്കായിട്ട് ഇങ്ങനെതായിട്ട് ഞാൻ പൊട്ടിച്ചിട്ടുണ്ട് 1, 2, 3 എണ്ണം. അപ്പോൾ അത് ആദ്യം ഒന്ന് കാണിച്ചു തരാം. ബാക്കി ഓരോന്നായിട്ട് നമുക്ക് അൺബോക്സ് ചെയ്ത് കാണിക്കാം. ഫസ്റ്റ് പാക്കറ്റ് പൊട്ടിച്ചപ്പോൾ എൻ്റെ കയ്യിൽ കിട്ടിയ ഒന്നാണ് ഒരു അടിപൊളി കഫ്താൻ ടൈപ്പ് മാക്സിയാണ് കേട്ടോ. എനിക്ക് ഇങ്ങനെ കാണുമ്പോൾ എത്രത്തോളം ഇതിൻ്റെ ഭംഗി മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. ഞാൻ വിയർ ചെയ്തിട്ട് എന്തായാലും ഇതൊന്ന് കാണിച്ചു തരാം. നല്ല ഭംഗിയുള്ള സ്ലീവ്സ്, കഫ്താൻ സ്ലീവ്സ് ഒക്കെ വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ മെറ്റീരിയലാണ് എടുത്ത് പറയേണ്ടത്. അടിപൊളി മെറ്റീരിയലാണ്, നല്ല സ്മെല്ലും ആണ് കേട്ടോ. ഇതിന് കറക്റ്റ് നമ്മൾ ദുബായിൽ നിന്നൊക്കെ പെട്ടി പൊട്ടിച്ച പോലെയുള്ള സ്മെല്ലൊക്കെ കിട്ടുന്നുണ്ട്. പിന്നെ ഇതാ ഇതിൻ്റെ എൻഡിൽ ഇങ്ങനെ ലേസൊക്കെ കൊടുത്തിട്ടുണ്ട്. നെക്കിലും അതുപോലെ തന്നെ ലേസും പിന്നെ ഇങ്ങനെ 2-3 സ്റ്റോണൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അടിപൊളി നല്ലൊരു ഫ്ലോറൽ പ്രിൻ്റ്, എന്നാൽ കുഞ്ഞു പ്രിൻ്റായിട്ട് വരുന്ന ഒരു മാക്സിയാണ്. അപ്പോൾ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ എന്തായാലും ഇത് വിയർ ചെയ്തിട്ട് കാണിക്കാം കേട്ടോ. ഇനി നെക്സ്റ്റ് വൺ നോക്കാം. ഞാനൊരു 3 എണ്ണം ഇവിടെ പൊട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാദ്യം കാണിക്കാം. അടിപൊളി കളറാണ് കേട്ടോ. ഇതിൽ എത്രത്തോളം ഇതിൻ്റെ കളർ മനസ്സിലാവുന്നുണ്ടെന്ന് അറിയില്ല. ഭയങ്കര നല്ല കളറാണ്. ഇതൊരു വേറെ ടൈപ്പ്, ഇത് ഓരോന്നും ഓരോ ടൈപ്പുള്ള മാക്സിയാണ്. ഇത് കണ്ടോ, ഇവിടെ ഇങ്ങനെ ഇവിടെ കുഞ്ഞു ഫ്രില്ലും ഇവിടെ ഇങ്ങനെ കുറച്ച് ഒരു ലേസ് അല്ല, ഇങ്ങനൊരു പീസൊക്കെ ഇങ്ങനെ കൊടുത്തിട്ട്. പിന്നെ ഇതിൻ്റെ സ്ലീവ് വന്നിട്ട് ഹാഫ് സ്ലീവാണ്. ഇവരുടെ കയ്യിൽ ഫുൾ സ്ലീവും 3/4 സ്ലീവും ഹാഫ് സ്ലീവും ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏതാ വേണ്ടിച്ച് അതുപോലെ ചോദിച്ചാൽ അവർ അതിനനുസരിച്ചുള്ളത് കാണിച്ചു തരും. അപ്പോൾ ഇവരുടെ പേജിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ കോൺടാക്ട് ചെയ്യേണ്ട നമ്പറും പിന്നെ അവരുടെ ലൊക്കേഷനും ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിലും പിന്നെ ഈ വീഡിയോൻ്റെ അടിയിൽ നമ്പറൊക്കെ ഷെയർ ചെയ്യാം കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു ഫ്ലോറലാണ് വരുന്നത്. അപ്പോൾ ഇങ്ങനെ കാണുന്നതിനെക്കാട്ടിലും നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ വിയർ ചെയ്ത് കാണുമ്പോഴൊക്കെ. അപ്പോൾ ഞാൻ വിയർ ചെയ്തിട്ടുള്ള ഫോട്ടോ വീഡിയോ സൈഡിൽ ആഡ് ചെയ്യാം കേട്ടോ. ഇനി നെക്സ്റ്റ് വൺ നോക്കാം. നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നേവി ബ്ലൂ പിന്നെ ഒരു പിങ്ക് ഓറഞ്ച് ഷെയ്ഡിലൊക്കെ വരുന്ന ഇവിടെ ഇങ്ങനെ ലേസ്, പിന്നെ ത്രൂ ഔട്ട് ദ ബോഡി, ത്രൂ ഔട്ട് ദ ലെങ്ത്ത് ആ ഒരു ലേസ് കൊടുത്തിട്ടുള്ള, സ്ലീവ് എൻഡിലും ആ സെയിം ഒരു ലേസ് കൊടുത്തിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് മാക്സിയാണ്. ഒരു നോർമൽ ടൈപ്പ് ഓഫ് മാക്സിയാണ്. ലേസ് വരുന്നുണ്ടെന്നുള്ളൂ, നോർമൽ ടൈപ്പ് തന്നെയാണ്. അപ്പോൾ ഇത് ഹാഫ് സ്ലീവാണ് വന്നിട്ടുള്ളത്. ഇതിൻ്റെ ഈ സെയിം മോഡലല്ല, ഇവരുടെ കയ്യിൽ ഫുൾ സ്ലീവും 3/4 സ്ലീവും ഉണ്ടാവും. അപ്പോൾ അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചോദിച്ചാൽ മതി. പിന്നെ ഹൈറ്റ് കുറവുള്ളവരാണെങ്കിൽ അടിയിൽ നിന്ന് കട്ട് ചെയ്ത് വെക്കാൻ ഒക്കെ കിട്ടും കേട്ടോ സ്ലീവ്. അപ്പോൾ ഈ ഒരു ലേസ് എടുത്തതിൻ്റെ ശേഷം, സ്ലീവ് വെച്ചതിൻ്റെ ശേഷം എൻഡിൽ ഈ ഒരു ലേസ് കൊടുത്താലൊക്കെ മതിയോ. അപ്പോൾ ഞാൻ ഇതും വിയർ ചെയ്തിട്ടുള്ള വീഡിയോ ആഡ് ചെയ്യാം. നെക്സ്റ്റ് വൺ നോക്കാം. അപ്പോൾ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഒരു ട്രെൻഡിങ് ഓറഞ്ച് ഷെയ്ഡിൽ വരുന്ന, ഇപ്പോൾ ഈ ഒരു ഓറഞ്ച് ഭയങ്കര ട്രെൻഡിങ് ആയി നിൽക്കുന്ന ഒരു ടൈമാണല്ലോ സൽവാസിലാണെങ്കിലും എല്ലാത്തിലാണെങ്കിലും. അപ്പോൾ ആ ഒരു ട്രെൻഡിങ് ഓറഞ്ചിൽ വരുന്ന ഒരു ഡിഫറെൻറ്റ് പാറ്റേണിൽ വരുന്ന ഒരു മാക്സിയാണ്. അപ്പോൾ ഇതാ ഇവിടെ ഇങ്ങനെ 2 വേറൊരു എക്സ്ട്രാ എംബ്രോയിഡറി അല്ല, എന്നാൽ ലേസും അല്ല, അങ്ങനെ ഒരു പീസൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഇങ്ങനെ ഫ്രില്ലായിട്ടൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ സ്ലീവൊക്കെ വന്നിട്ട് ഒരു ഓൾമോസ്റ്റ് ഒരു 3/4 സ്ലീവ് കിട്ടും. പിന്നെ ഒരു പഫ്സ് ടൈപ്പ് ഒരു സ്ലീവാണ്, എന്നാൽ പഫ് അല്ലനോ അങ്ങനെയുള്ളൊരു സ്ലീവാണ്. നല്ല ഭംഗിയിൽ നല്ല മോഡേൺ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റും. നമുക്ക് മാക്സി ഇട്ടാലും ഭയങ്കര മോഡേൺ ആയിട്ടുള്ള ടൈപ്സ് മാക്സികളൊക്കെ വരെ കയ്യിലുണ്ട്. അപ്പോൾ ഒന്ന് കോൺടാക്ട് ചെയ്ത് നോക്കാം. നെക്സ്റ്റ് വൺ നോക്കാം. നെക്സ്റ്റ് വൺ അതിൻ്റെ കളർ ചേഞ്ച് ആണ്, ബ്ലൂ ആണ്. അത് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് അതിൻ്റെ ഒരു കളർ ചേഞ്ച് തന്നെയാണ്. നെക്സ്റ്റ് വൺ ബ്ലൂ ആണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇതിലുണ്ട്, കളറിൻ്റെ ചെറിയൊരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതും വിയർ ചെയ്തിട്ടുള്ള വീഡിയോ ഞാൻ സൈഡിൽ ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനി ഇതിൻ്റെ ഒരു കളർ ചേഞ്ച് കൂടി നമ്മുടെ കയ്യിൽ വരുന്നുണ്ട്, അതുകൂടി ഒന്ന് കാണിക്കാം. നല്ലൊരു ബ്യൂട്ടിഫുൾ യെല്ലോ ഷെയ്ഡിൽ വരുന്ന, നല്ല ഭംഗിയില്ലേ, ഒരു സെയിം പാറ്റേണിൽ സെയിം ഇതിൻ്റെ മുമ്പത്തെ ആ ഒരു ബ്ലൂ അല്ലെങ്കിൽ ആ ഒരു ഓറഞ്ച് ആ ഒരു ടൈപ്പ് ഓഫ് മാക്സ് തന്നെയാണ് ഇതും വരുന്നത്. ഒരു പഫ് സ്ലീവായിട്ട് ആ ഒരു ലേസും ഫ്രില്ലൊക്കെ കൊടുത്തിട്ടുള്ള ഒരു ടൈപ്പ് തന്നെയാണ് ഇതും വരുന്നത്. അപ്പോൾ
നിങ്ങൾക്ക് ഏത് ടൈപ്പ് മാക്സിയാണ് ഇവരെ പേജിൽ നിന്ന് ഇഷ്ടമായെങ്കിൽ അവരോട് പറഞ്ഞാൽ മതി. അതിൻ്റെ ഫുൾ സ്ലീവും ഹാഫ് സ്ലീവും ഒക്കെ അവർ കാണിച്ചു തരും. സൈസസും ഉണ്ട്, മീഡിയം ടു XXL ഓൾമോസ്റ്റ് എല്ലാ പീസസിലും വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളെ സൈസ് നോക്കിയിട്ട് ഒരു സൈസ് കൂടുതൽ എടുത്താൽ മതി. ചിലപ്പോൾ ഒന്ന് വാഷ് ചെയ്യുമ്പോൾ ഒന്ന് ഷ്രിങ്കാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു സൈസ് കൂടുതൽ എടുത്താൽ ഒരു കുഴപ്പമുണ്ടാവില്ല കേട്ടോ. ഇനി നെക്സ്റ്റ് വന്നോ, ഇവരെ കയ്യിൽ ഫുൾ മാക്സി മാത്രമല്ല ലെങ്ത് വൈസ് 3/4 ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ മാക്സി ഉണ്ട്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പാൻറ്റൊക്കെ ഇട്ടാൽ ടോപ്പ് പോലെ യൂസ് ചെയ്യാം. കാരണം മാക്സി ഒന്നും ആർക്കും തോന്നില്ല. പക്ഷെ നമുക്ക് ഇങ്ങനെ കംഫർട്ടബിൾ ആയിട്ട് ഇപ്പോൾ ഡെലിവറി കഴിഞ്ഞ് കിടക്കുന്ന ടൈമിലോ ഒന്ന് ഫുൾ ലെങ്ത്ത് വേണ്ട, കുറച്ച് ലെങ്ത്ത് കയറിയിട്ടുള്ളൊരു ലെങ്ത്തിലൊക്കെ കംഫർട്ടബിൾ ആയിട്ടുള്ളവരുണ്ടെങ്കിൽ അവർക്ക് യൂസ് ചെയ്യാൻ പറ്റും. നല്ല അടിപൊളി കളക്ഷൻസ് ഇവരുടെ പേജിലുണ്ട്. അങ്ങനത്തെ ഒരു പീസാണ് കേട്ടോ ഇത് വന്നിട്ട് 3/4 ഒന്നുമല്ല, നമ്മുടെ ഫുൾ ലെങ്ത്തിൻ്റെ കുറച്ച് മുകളിൽ വരെ ലെങ്ത്ത് വരും. പക്ഷെ നല്ല പ്രിൻസ് ഇതിൽ വരുന്നുണ്ട്. കണ്ടോ, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബ്ലാക്കിൽ പിങ്കും അങ്ങനെ കുറേ കോമ്പിനേഷനിലുള്ളൊരു കളറൊക്കെ കൊടുത്തിട്ട് ഇവിടെ ഇങ്ങനെ നല്ല ഭംഗിയുള്ളൊരു ഫ്ലോറൽ ലേസൊക്കെ കൊടുത്തിട്ടുള്ളൊരു റെക്റ്റാങ്കുലർ നെക്ക് ഒക്കെ കൊടുത്തിട്ടുള്ള ഒരു മാക്സിയാണ്. ഇതിൻ്റെ സ്ലീവൊക്കെ വന്നിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. ഇത് അപ്പോൾ അവരുടെ കയ്യിൽ ഡിഫറെൻറ്റ് മോഡലുണ്ട്. നമുക്ക് മാക്സി എന്ന് പറഞ്ഞാൽ മാക്സി ഇടുക എന്ന് പറഞ്ഞാൽ കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ളവരാണ് വീട്ടിലൊക്കെ മാക്സി ഇട്ട് നടക്കുക. മാക്സി എന്ന് പറഞ്ഞാൽ നമ്മൾ മൈൻഡിൽ എപ്പോഴും ഒരേ ഒരു ടൈപ്പ് സാധനങ്ങൾ വരില്ലേ. പക്ഷെ ഇതങ്ങനെയല്ല. ഇവരുടെ പേജ് ചെക്ക് ചെയ്താൽ നമുക്ക് മനസ്സിലാവും മാക്സിയിൽ തന്നെ പല വെറൈറ്റി കളക്ഷൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് നല്ല സ്റ്റൈലിഷ് ആയിട്ടും മാക്സി വീട്ടിലിട്ടും കൊണ്ട് നടക്കാമെന്ന് മനസ്സിലാവും. അപ്പോൾ ഇങ്ങനെ മാക്സി യൂസ് ചെയ്യാൻ തുടങ്ങിയെങ്കിൽ മാക്സി അഡിക്റ്റ് ആകും കേട്ടോ. അപ്പോൾ എല്ലാവരും ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നെക്സ്റ്റ് ആണ് അൺബോക്സ് ചെയ്യാൻ പോവാണ്, ഓപ്പൺ ചെയ്യാൻ പോവാണ്. നല്ല ബ്യൂട്ടിഫുൾ ഷെയ്ഡാണ് ഇത്. എന്ത് ബ്ലൂ ആണെന്ന് പറഞ്ഞിട്ടാണ് എനിക്കറിയില്ല. പക്ഷെ നല്ല ഭംഗിയിൽ വന്നിട്ടുള്ള ഇവിടെ 2 ലേസ്. ഇത് ഡിഫറെൻറ്റ് ടൈപ്പാണ് കേട്ടോ. മറ്റേത് ലേസ് ഇവിടുന്ന് ഇങ്ങോട്ടാണെങ്കിൽ ഇവിടുന്ന് ഇങ്ങോട്ടാണ്. അപ്പോൾ ഇതൊന്നും വീട്ടിലിട്ടാൽ ആരും നിങ്ങൾ മാക്സിൽ ഇട്ടാമെന്ന് ചോദിക്കില്ല. അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് മാക്സാണ്. ഞാൻ വെയർ ചെയ്തിട്ടുള്ള വീഡിയോയുടെ സൈഡിൽ ആഡ് ചെയ്യാം. എനിക്കിങ്ങനെ ഓരോന്നിനും പ്രത്യേകിച്ചൊന്നും പറയാൻ കിട്ടണില്ല. കാരണം അത്രയും നല്ല കളക്ഷൻസാണ്. ഓരോന്നും ഡിഫറെൻറ്റ് മോഡലാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നെക്സ്റ്റ് മാക്സി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 3D എഫക്റ്റുള്ള മാക്സിയാണ്. ഒന്ന് സൂക്ഷിച്ചും ഒക്കെ കാണാൻ പറ്റും. ഇത് നമുക്ക് ഇങ്ങനെ കാണുമ്പോൾ ഭയങ്കര 3D ഫീല് തോന്നണില്ലേ, ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ടുള്ള ഫ്ലവേഴ്സായിട്ട് തോന്നണില്ലേ. അതിങ്ങനെ ഒരു ടൈപ്പ് ഓഫ് മാക്സി ആണ് കേട്ടോ. ഇതൊരു ഡിഫറെൻറ്റ് മോഡലാണ്. ഇങ്ങനെ ഒരു സിമ്പിളായിട്ട് ഇങ്ങനെ ഒരു വീനക്ക് കൊടുത്തിട്ട് സ്ലീവ് ഇങ്ങനെ നോർമൽ ഒരു സ്ലീവ് കൊടുത്തിട്ട് അതിൻ്റെ എൻഡ് വരുമ്പോൾ ഇങ്ങനെ ഫ്രില്ലായിട്ട് ഒരു വൈഡായിട്ടുള്ളൊരു സ്ലീവ് ആവുന്ന ഒരു ടൈപ്പ് ഓഫ് മാക്സിന് അടിപൊളിയാണ്. അപ്പോൾ ഇതിൻ്റെ കളർ കോമ്പിനേഷനൊക്കെ 10 on 10 ആണ്. അത്രയും നല്ലതാണ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഇങ്ങനെ ഈ ഒരു ബ്രൗൺ ഷെയ്ഡിലോ അല്ലെങ്കിൽ ഇവിടെ ഇവരുടെ ഒരു ലൈറ്റ് യെല്ലോ ഷെയ്ഡിലൊക്കെ ഉള്ള ഷോളൊക്കെ പെയർ ചെയ്താൽ നല്ല ഭംഗിയുണ്ടാവും കാണാൻ. അപ്പോൾ ഞാൻ വിയർ ചെയ്തിട്ടുള്ള വീഡിയോ അവിടെ സൈഡിൽ ആഡ് ചെയ്യുക. എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ ട്രെൻഡിങ് ഓറഞ്ചിൽ വരുന്ന വേറൊരു പീസാണിത്. നേരത്തെ കാണിച്ച പീസല്ല കേട്ടോ, ഇതൊരു ഡിഫറെൻറ്റ് ടൈപ്പാണ്. കളർ മാത്രമുള്ള സെയിം ആയിട്ട് പ്രിൻറ്റും കാര്യങ്ങളും ഒക്കെ ഡിഫറെൻ്റ് ആണ്. പിന്നെ ഇതിൻ്റെ സ്ലീവൊക്കെ നല്ല ഭംഗിയുണ്ട് കാണാൻ കേട്ടോ. ഇവിടെ ഇങ്ങനെ ഒരു ഫ്രില്ല് വരുന്ന ടൈപ്പ് ആണ്. ഇതിൻ്റെ ഈ ഒരു 2 സൈഡിലും നമുക്ക് വേണമെങ്കിൽ സിബ് അറ്റാച്ച് ചെയ്യാം. ഇൻവിസിബിൾ സിബ് കൊടുത്താൽ നമുക്ക് ഫ്രീ ഫ്രണ്ട്ലി ആയിട്ട് യൂസ് ചെയ്യാം. പിന്നെ ഇതിൻ്റെ സ്ലീവ് കണ്ടില്ലേ, സ്ലീവിൻ്റെ ഒരു സെൻറ്ററിലല്ല കുറച്ച് ഇവിടെ ആയിട്ട് ഇങ്ങനെ ഒരു ട്രാൻസ്പാരൻറ്റ് ലേസൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല ട്രെൻഡിങ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ടൈപ്പാണ്. എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. നിങ്ങളെല്ലാവരും കയറ്റി ഇവരുടെ പേജ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കാരണം അത്രയും അടിപൊളി കളക്ഷൻസാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഡെഫിനറ്റ്ലി ഐ എം ഷുവർ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഏതെങ്കിലും ഒരു മോഡലെങ്കിലും എല്ലാവർക്കും ഇഷ്ടപ്പെടും. കാരണം കുറേ മോഡലുണ്ട്. അപ്പോൾ ഓരോരുത്തരെയും ടേസ്റ്റ് ഡിഫറൻസ് ആവുകൊണ്ട് എല്ലാവർക്കും ഏതെങ്കിലും ഒരു ടൈപ്പ് ഓഫ് മാക്സി ഇഷ്ടപ്പെടും. എല്ലാവരും ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നുണ്ടെങ്കിൽ ഇത് ബ്ലൂ ആണോ ബ്ലാക്ക് ആണോ എനിക്ക് ഇപ്പോഴും ഒരു ഡൗട്ടിന് ഞാൻ നോക്കട്ടെ. നേരത്തെ കാണിച്ച മാക്സിൻ്റെ പോലെ തന്നെ ഇവിടെ ഇങ്ങനെ ഒരു ലേസ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്, ഇങ്ങനെ ട്രാൻസ്പെറൻ്റ് ആയിട്ട്. പിന്നെ ഇത് നേരത്തെ കാണിച്ചതിൻ്റെ ഒരു കളർ ചേഞ്ച് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ അതിൽ ഓറഞ്ചും ഈ ഒരു കളറൊക്കെ വരുന്നുണ്ടാവും. പിന്നെ ഇങ്ങനത്തെ ദുബായ് മാക്സീസ് യൂസ് ചെയ്യാത്തൊരു പ്രാവശ്യമെങ്കിലും ഒന്ന് യൂസ് ചെയ്ത് നോക്കുക. അവരോട് പർച്ചേസ് ചെയ്യുമ്പോൾ എൻ്റെ പേര് ഷിഫ്ന എന്ന് പറഞ്ഞാൽ മതി. അവർ എക്സ്ട്രാ ഡിസ്കൗണ്ട് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ് കേട്ടോ. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഡിഫറെൻറ്റ് ഗ്രീൻ ഷെയ്ഡിൽ വരുന്നുണ്ട്. നമുക്ക് പെട്ടെന്ന് കണ്ട് കിട്ടാത്തൊരു ഷെയ്ഡാണ്. നല്ല ഭംഗിയുള്ളൊരു ഗ്രീൻ ഷെയ്ഡിലാണ് ഇത് വരുന്നത്. നമ്മൾ നേരത്തെ കണ്ട ആ ഒരു ടൈപ്പ് ഓഫ് മാക്സി തന്നെയാണ്, പക്ഷേ അതിൻ്റെ പ്രിൻറ്റ് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ സ്ലീവും ബാക്കി ഇവിടുത്തെ കാര്യങ്ങളും ഒക്കെ സെയിം ആയിട്ടാണ് വരുന്നത്. അപ്പോൾ പ്രിൻറ്റും പിന്നെ കളറ് ഒരു
റെയർ കളറായിട്ടാണ് ഇത് വരുന്നത്. നല്ല ഭംഗിയുള്ളൊരു ഷെയ്ഡിലാണ് വരുന്നത്. അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ഓരോരുത്തർക്കൊക്കെ ഇതിൽ ഏതാ ഇഷ്ടപ്പെട്ടതെന്നൊന്ന് കമൻറ്റ് ചെയ്യാണ്. നെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതേറെ നല്ലൊരു ഷെയ്ഡിൽ വരുന്നതാണ്. ഒരു വൈബ്രൻറ്റ് കളറൊക്കെയാണ്. ഫ്ലൂറസൻ കളേഴ്സൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഡെഫിനറ്റ്ലി ഇഷ്ടപ്പെടുന്ന ഒരു ഷെയ്ഡാണ്. കാണുന്നുണ്ടോ? കാണുമ്പോൾ എത്രത്തോളം ഈ ഷെയ്ഡ് മനസ്സിലാവുന്നുണ്ടെന്ന് അറിയില്ല. നല്ലൊരു ഇതെവിടെയെങ്കിലും ഇട്ട് പോയാൽ എല്ലാവരും തിരിച്ചറിയുന്ന ഒരു ടൈപ്പ് ഓഫ് ഗ്രീനാണ് കേട്ടോ, അങ്ങനെ പറഞ്ഞാൽ മതിയല്ലോ. പക്ഷേ നമ്മൾ നേരത്തെ കണ്ട ആ ഒരു മാക്സിൻ്റെ ഒരു സെയിം പാറ്റേൺ തന്നെയാണ് വരുന്നത്. അപ്പോൾ നല്ല ഭംഗിയുള്ളൊരു ഷെയ്ഡിലാണ് ഇത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്കൊക്കെ ഇതിൽ ഏതൊക്കെ ഷെയ്ഡാണ്, ഓരോരുത്തരുടെ ടേസ്റ്റും ഡിഫറെൻ്റ് ആവില്ലേ. അപ്പോൾ ഏതൊക്കെ ഷെയ്ഡാണ്, ലൈറ്റ് ഷെയ്ഡാണോ ഡാർക്ക് ഷെയ്ഡാണോ, എങ്ങനത്തെ ഷെയ്ഡാണ്, ഏത് മാക്സിയാണ് ഏറ്റവും ഇഷ്ടമായി നമുക്കൊന്ന് കമൻറ്റ് ചെയ്യണം. അപ്പോൾ ലാസ്റ്റ് വണ്ണാണ്. ഞാൻ ഇത്രയും മാക്സി വാങ്ങിച്ചു കണ്ടിട്ട് നിങ്ങളാരും എന്താ കൊണ്ടുവരിക, എങ്കിലും ഓരോ പേജ് ചെക്ക് ചെയ്താൽ നിങ്ങൾ വാങ്ങിച്ചുകൊണ്ടേയിരിക്കും. അത്രയ്ക്ക് നല്ല കളക്ഷനാണ്. നമ്മൾ നേരത്തെ കണ്ട സെയിം ഇതിൻ്റെ ഒരു ഡിഫറെൻറ്റ് കളറാണ്. നല്ല ഭംഗിയുള്ളൊരു മാക്സിയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ ലാസ്റ്റ് വൺ. ഇനി ഞാൻ നിങ്ങളെ കാണിച്ച് കൊതിപ്പിക്കണില്ല. ഇനി നിങ്ങളെ ഓരോരുത്തരും വാങ്ങിയിട്ട് അതിൻ്റെ ഒപ്പീനിയൻസ് പറയാം. അപ്പോൾ സൈസ് ചൂസ് ചെയ്യുമ്പോൾ എല്ലാവരും ഒരു സൈസ് കൂട്ടിയെടുത്തോളൂ. പിന്നെ ചില മോഡൽ അങ്ങനെ എടുക്കേണ്ടിയില്ല. അപ്പോൾ അവരോട് ചോദിച്ചാൽ മതി ഇതിൻ്റെ മെറ്റീരിയലിന് എന്തെങ്കിലും പ്രശ്നം വരുമോ, അല്ലെങ്കിൽ ഇത് ചുരുങ്ങോ, സൈസ് നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ എങ്ങനെ ചൂസ് ചെയ്യേണ്ടതെന്നൊക്കെ ചോദിച്ചാൽ അതുപോലെ നമ്മളെ എടുക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യണതാണ്. അപ്പോൾ എല്ലാവരും ഒരു വട്ടെങ്കിലും ദുബായ് മാക്സ് യൂസ് ചെയ്യാത്തവർ ഒന്ന് ട്രൈ ചെയ്തൊക്കെ. നിങ്ങൾ എന്തായാലും ഇതിൻ്റെ ഒരു ഫാനാവും. അത്രയും നല്ല അടിപൊളി ക്ലോത്തും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അപ്പോൾ നമ്മുടെ നാട്ടിലും ഇപ്പോൾ അത്യാവശ്യം റേറ്റ് വരുന്നുണ്ട്. മാക്സിക്കും 500 എബോവ് ഒക്കെ വരുന്നുണ്ട്. ഇങ്ങനെ അത്യാവശ്യം നല്ല റയോണിലൊക്കെ കിട്ടണം മാക്സിക്ക്. ആ ഒരു റേറ്റൊക്കെ ഇതിനും വരുന്നുണ്ട്. നമ്മുടെ നാട്ടിലെ മാക്സിനെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് പ്രൈസ് കൂടുതലാണ്. പക്ഷെ അതിനുള്ള ക്വാളിറ്റി ഇവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഒപ്പീനിയൻസ്, പിന്നെ നിങ്ങൾക്ക് ഏത് മാക്സിനെ ഇഷ്ടപ്പെട്ടു, പിന്നെ എൻ്റെ വീഡിയോനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ ഒപ്പീനിയൻസ് ഒക്കെ ഒന്ന് കമൻറ്റ് ചെയ്തോളി. അപ്പോൾ ഈ വീഡിയോ നിങ്ങളുടെ മാക്സി ലവേഴ്സ് ആയിട്ടുള്ള എല്ലാ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി മെമ്പേഴ്സിനും ഷെയർ ചെയ്ത് കൊടുത്തോളി. നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ അസ്സലാമു അലൈക്കും.